നമസ്കാരം. RVS Maths Academy പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് S1-ന്റെ കഴിഞ്ഞ ദിവസം നിർത്തി വെച്ചിരിക്കുന്ന ടോപ്പിക് എന്തുവായിരുന്നു? ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുന്നതാണ് നമ്മൾ നിർത്തി വെച്ചിരിക്കുന്നത്. അതും ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ 3x3 നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ 3x3 മെട്രിക്സിന്റെ ഐഗൺ വെക്ടർ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഡിഫറെൻറ്റ് കേസസ് വരുന്നുണ്ട്. പലതരത്തിൽ ഐഗൺ വാല്യൂ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഐഗൺ വെക്ടർ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2x2 മെട്രിക്സിൻ്റെ ഐഗൺ വെക്ടർ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ആ ക്ലിപ്പ് എൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വിട്ടുപോയി. സോ അത് ഞാൻ എൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം എൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും 3x3 മെട്രിക്സിൻ്റെ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടർ ഓഫ് എ ഇസ് ഈക്വൽ ടു 1 1 2 -1 2 1 0 1 3. അപ്പോൾ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനാണ് പുതിയ കാര്യമല്ല. ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്തുവാണ്? തന്നിരിക്കുന്ന മെട്രിക്സിന് ഡയഗണലി -λ കൊടുത്ത് ഇൻറ്റു X is equal to 0 എന്നുള്ള ഫോമിൽ എഴുതണം. എന്നിട്ട് ഓരോ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യാം. അപ്പം ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണത്? ടു ഫൈൻഡ് ഐഗൺ വാല്യൂ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ, ഇത് 3x3 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? ലാംഡ ക്യൂബ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 ഇസ് ഈക്വൽ ടു 0. ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ഓരോ ടേമിൽ ഇട്ടിട്ടുണ്ട്. ലാംഡ ക്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഓരോ ടേം കഴിയും തോറും ഡിഗ്രി കുറഞ്ഞ് വരും. അപ്പം ഞാൻ ഓരോ ടേമിൽ ഓരോ കോൺസ്റ്റൻറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, കോയിഫിഷ്യൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമുല ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതിൽ S1 ഫൈൻഡ് ചെയ്യുന്ന ഫോമുല എന്താണ്? S1 ഇസ് ഈക്വൽ ടു സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റിൻ്റെ സമ്മാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മെയിൻ ഡയഗണൽ എലമെൻറ്റ് എന്തൊക്കെയാണ്? ഇവിടുത്തെ മെയിൻ ഡയഗണൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 ഇതാണ് മെയിൻ ഡയഗണൽ, കണ്ടോ? അപ്പോൾ ഈ 1 2 3 ആണ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. അതിൻ്റെ സമ്മാണ് S1 എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. 1 + 2 + 3 ഈസ് ഈക്വൽ ടു 6. അടുത്ത S2 എന്ന് പറഞ്ഞാൽ സം ഓഫ് മൈനേഴ്സ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. സം ഓഫ് മൈനേഴ്സ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. ഓക്കെ, ഇതിൽ S2 ഫൈൻഡ് ചെയ്യുമ്പം നോക്കിക്കേ, ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ ഫൈൻഡ് ചെയ്യണം. മെയിൻ ഡയഗണൽ എലമെൻറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 2 3. സോ 1ൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ എന്താ? 1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ആരൊക്കെയാണ് ബാക്കിയുള്ള എലമെൻറ്റ്? 2 1 1 3. സോ 2 1 1 3 പ്ലസ് അടുത്തെന്താ? സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും പോയിട്ട്, അതായത് നമ്മൾ അടുത്ത ഡയഗണൽ എലമെൻറ്റ് 2 ആണ്. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കഴിഞ്ഞിട്ട് ഈ 4 കോർണറിലുള്ള എലമെൻറ്റ് 1 2 0 3 അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 2 0 3 പ്ലസ് ഏറ്റവും ലാസ്റ്റ് എന്തുവാണ്? ലാസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് 3 ആണ്. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 1 1 -1 2. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരണേ? 2 × 3 6 -1 പ്ലസ് 1 × 3 3 മൈനസ് ഓഫ് 0 × 2 0 പ്ലസ് 1 × 2 2 മൈനസ് ഓഫ് -1 × 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. ദറ്റ് ഇസ് +1 എന്നാവും. സോ ദിസ് ഈസ് ഈക്വൽ ടു 6 - 1 5 + 3 8 8 + 2 10 + 1 11 എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ S2 ഈസ് ഈക്വൽ ടു 11. അടുത്തത് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്തുവാണ്? S3 ആണ് വേണ്ടത്, അല്ലേ? അപ്പോൾ S3 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ തന്നെയാണ്. ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുമ്പോൾ 1 1 2 -1 2 1 0 1 3 ദർ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഫസ്റ്റ് റോയ്ക്കാണ് ഫൈൻഡ് ചെയ്യുന്നത്. 1 ഇൻറ്റു എങ്ങനെയാണ്? 1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 × 3 6 -1. രണ്ടാമത്തെ എലമെൻറ്റ് ഫ്രണ്ടിൽ എപ്പോഴും നമ്മൾ മൈനസ് സൈൻ കൊടുക്കും. രണ്ടാമത്തെ എലമെൻറ്റ് ഇവിടെ 1 ആണ്. സോ -1 ഇൻറ്റു ഈ 1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും സ്കിപ്പ് ചെയ്തിട്ട് ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ -1 × 3 -3 -0 × 1 0 ആണ്. ഓക്കെ, പ്ലസ് ലാസ്റ്റ് എലമെൻറ്റ് 2 ആണ്. 2 ഇൻറ്റു അത് ഇൻക്ലൂഡ് ആയിട്ടുള്ള റോയും കോളവും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പം -1 × 1 -1 -0. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് S3 ഇസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ നമുക്ക് 6 എന്നാണ് കിട്ടിയത്. 5 + 3 - 2, അപ്പോൾ 6 എന്ന ആൻസർ കിട്ടി S3. ഇതെല്ലാം കൊണ്ട് നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കണേ, നമ്മുടെ ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ.
ഓക്കെ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ലാംഡ ക്യൂബ് മൈനസ് S1 എന്ന് പറഞ്ഞാൽ 6 ലാംഡ സ്ക്വയർ പ്ലസ് S2 എന്ന് പറയുമ്പം 11 ലാംഡ മൈനസ് S3 എന്ന് പറയുമ്പം 6 is equal to 0. ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് 6 is equal to 0. കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന വാല്യൂ ലാംഡ is equal to 1,2,3 എന്നാണ് കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ലാംഡയ്ക്ക് 1 കൊടുക്കുമ്പം ഈ ഇക്വേഷൻ 0 ആവും. സോ സിന്തറ്റിക് ഡിവിഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടും. അത് ലാംഡ സ്ക്വയർ പ്ലസ് 5 ലാംഡ പ്ലസ് 6 എന്നുള്ള രീതിയിലായിരിക്കും. ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 6 എന്നുള്ള ഫോമിലായിരിക്കും ആ ഇക്വേഷൻ കിട്ടുക. അത് സോൾവ് ചെയ്യുമ്പോൾ 2 എന്നും 3 എന്നും ആൻസർ കിട്ടും. അപ്പം നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ അതാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം. കാൽക്കുലേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ 3rd ഡിഗ്രി ഇക്വേഷൻ ചൂസ് ചെയ്തിട്ട് ABCD എന്ന് പറഞ്ഞ കോയിഫിഷ്യൻസ് കൊടുക്കുമ്പോൾ ഈ 1 2 3 തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് കാര്യമാണ്. അത് ഫോർ ദ ഐഗൺ വാല്യൂസ് ആർ, ഈ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഐഗൺ വാല്യൂസ് ആർ ലാംഡ ഈക്വൽ ടു 1, 2, 3 നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായി. അപ്പോൾ നോക്കി, ഇത്രയും ചെയ്യുമ്പോൾ ഇതൊരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഈ നമ്മളെന്തുവാ ഈ ആൻസറിലേക്ക് എത്തുമ്പോൾ ലാംഡയുടെ ആൻസറിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് 2 മാർക്ക് കിട്ടും. ഈ S1 S2 S3 കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുമ്പോഴേക്കും 1 മാർക്ക്, അത് സോൾവ് ചെയ്ത് ലാംഡയുടെ വാല്യൂ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞ് എഴുതുമ്പോഴേക്കും 1 മാർക്ക്. അപ്പോൾ 2 മാർക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഐഗൺ വെക്റ്റർ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ടു ഫൈൻഡ് ഐഗൺ വെക്റ്റർ എന്താ ഞാൻ ഫോർമുല പറഞ്ഞു തന്നെ? ടു ഫൈൻഡ് ഐഗൺ വെക്റ്റർ മെട്രിക്സ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫോർമുല. മെട്രിക്സ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. മെട്രിക്സ് A മൈനസ് ലാംഡ I എന്ന് പറയുമ്പോൾ എന്താ? തന്നേക്കുന്ന, ഞാൻ പറഞ്ഞു വെറുതെ സ്റ്റെപ്പ് എഴുതി കളയേണ്ട, തന്നേക്കുന്ന മെട്രിക്സ് ഡയഗണൽ എലിമെൻറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡയഗണലി മൈനസ് ലാംഡ കൊടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതുവാണ്. 1 മൈനസ് ലാംഡ, ഡയഗണലി മൈനസ് ലാംഡ കൊടുക്കുകയാണ്. 1 മൈനസ് ലാംഡ 1 2, അടുത്ത -1, അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് 2 മൈനസ് ലാംഡ, രണ്ടാമത്തെ എലമെൻറ്റ് 2 ആയിരുന്നു. സോ 2 മൈനസ് ലാംഡ, ലാസ്റ്റ് 1, ദെൻ 0 1, അടുത്ത ഡയഗണൽ എലമെൻ്റ് ആണ് 3. സോ 3 മൈനസ് ലാംഡ. അപ്പോൾ ഡയഗണലി മാത്രം നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ലാംഡ കൊടുത്തു. A മൈനസ് ലാംഡ I സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കേണ്ട, ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഇൻറ്റു എക്സ്, 3/3 മെട്രിക്സ് ആയതുകൊണ്ട് എത്ര അൺനോൺസ് വേണം? 3 അൺനോൺസ് വേണം. x1 x2 x3. 2/2 മെട്രിക്സ് ആണെങ്കിൽ 2 എണ്ണം മതിയേ. 0 0 0 എന്ന് എഴുതി. ഓക്കെ, നമുക്കിനി ആദ്യത്തെ ലാംഡ ഉണ്ടല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് എഴുതി നിർത്തിയല്ലോ, ഇതിനൊരു മാർക്കാണ്. ഇനി ആദ്യത്തെ ലാംഡ, ഇത് ചിലപ്പോൾ മാർക്ക് കിട്ടും, ചിലപ്പോൾ ഇതിന് സ്റ്റെപ്പിന് മാർക്ക് കിട്ടത്തില്ല. അപ്പം ആദ്യത്തെ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ലാംഡ ഈസ് 1 വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 1. ലാംഡയ്ക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങളുടെ ഈ മെട്രിക്സ് എങ്ങനെയായി മാറുകയാണ്? ഈ മെട്രിക്സ് ലാംഡയ്ക്ക് 1 കൊടുക്കുമ്പോൾ നോക്കിക്കേ, 1 മൈനസ് 1 0 1 2, അടുത്ത് -1 2 മൈനസ് 1 ഈസ് 1 1, അടുത്ത് 0 1 3 മൈനസ് 1 ഈസ് 2 ഇൻറ്റു x1 x2 x3 is equal to 0 0 0. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ മെട്രിക്സിനകത്ത് എത്ര റോ സെയിം ആണ്, എത്ര എണ്ണം ഡിഫറെൻ്റ് ആണെന്ന് നോക്കുക. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും സെയിം ആണ്. ഇടയ്ക്കുള്ള -1 1 1 എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 റോയാണ് ആവശ്യം. ചൂസ് 2 ഡിഫറെൻറ്റ് റോസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി തന്നെയാണ്, പരീക്ഷയ്ക്ക് എഴുതാനല്ല. ചൂസ് 2 ഡിഫറെൻറ്റ് റോസ്, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റോ നമ്മൾ ചൂസ് ചെയ്യുവാണ്. അപ്പം സാധാരണ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിന് ഇക്വേഷൻസ് ആയിട്ട് എഴുതിയിട്ട് 2 ഡിഫറെൻറ്റ് ഇക്വേഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഞാൻ പക്ഷേ ഇങ്ങനെ പറഞ്ഞു തരുവാണ്, മെട്രിക്സിൽ നിന്ന് തന്നെ പറഞ്ഞു തരുവാണ്. ആ മെട്രിക്സ് ചൂസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് 2 ഡിഫറെൻറ്റ് റോസ് എടുത്തു. സപ്പോസ് എല്ലാം സെയിം ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ സെയിം ആയിട്ടുള്ളതുകൊണ്ട് ഒരു റോ എടുക്കത്തുള്ളൂ. ഡിഫറെൻ്റ് ആയിട്ട് റോ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്. ആ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുക. ചൂസ് 2 ഡിഫറെൻറ്റ് റോസ്. ആദ്യത്തെ രണ്ടാമത്തെ ആൾ ഡിഫറെൻ്റ് ആണല്ലോ. സോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. x1 x2 x3 നമ്മൾ എന്ത് ചെയ്തു? വേരിയബിൾസ് എഴുതി. നമ്മൾ ചൂസ് ചെയ്തത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ ആണ്. ഞാനിവിടെ ചൂസ് ചെയ്തത് എന്താണ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ. ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാലും സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ, ഡിഫറെൻറ്റ് തന്നെയാണ്. എന്തായാലും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നിങ്ങൾക്ക് പറ്റത്തില്ല ചൂസ് ചെയ്യാൻ. കാരണം എന്താ? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റോസ് ആർ സെയിം റോസ്. അപ്പോൾ അത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡോ ലാസ്റ്റ് ആൻഡ് സെക്കൻഡോ നിങ്ങൾ ചൂസ് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. ബട്ട് ഒരിക്കലും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഈ കേസിൽ ചൂസ് ചെയ്ത്, കാരണം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇവിടെ സെയിം റോസ് ആണ്. സെയിം റോസ് ചൂസ് ചെയ്ത് ചൂസ് 2 ഡിഫറെൻറ്റ് റോസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൂസ് ചെയ്തത്. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 0 1 2, second row is -1 1 1. ഓക്കെ,
ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളേ. x1 ബൈ x1 അങ്ങ് മറച്ചു വയ്ക്കുക. ബാക്കിയുള്ള ആൾക്കാരുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 1 2 1 1ൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 1 2 1 1ൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. 1 2 1 1. രണ്ടാമത്തെ എലിമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും മൈനസ് സൈൻ വേണം. സോ -x2 ബൈ ആ x2നെ മറച്ചു വയ്ക്കുക. ബാക്കിയുള്ള ആൾക്കാരുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോഴേക്കും 0 2 -1 1 ഈസ് ഈക്വൽ ടു അടുത്ത x3 ബൈ x3നെ മറച്ചു വയ്ക്കുക. ബാക്കിയുള്ള ആൾക്കാരുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ദറ്റ് ഈസ് 0 1 -1 1. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും രണ്ടാമത് കണ്ടുപിടിക്കുന്ന വാല്യൂവിൻ്റെ ഫ്രണ്ടിൽ നെഗറ്റീവ് സൈൻ ഇട്ടോളണം. ആ നെഗറ്റീവ് സൈൻ ഇട്ടില്ലെങ്കിൽ ഇത് തിരിച്ച് ഓഫ് ഡയഗണൽ മൈനസ് മെയിൻ ഡയഗണൽ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ആളുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് സൈൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മറക്കരുത്. നമ്മളിപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ഒരു നമ്മൾ ഐഗൺ വെക്ടർ എന്ന് കണ്ടുപിടിക്കാനായിട്ട് a മൈനസ് ലാംഡ i ഇൻറ്റു x ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. 0 എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ ലാംഡയ്ക്ക് ഫസ്റ്റ് വാല്യൂ ലാംഡ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാംഡയ്ക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മെട്രിക്സ് കിട്ടി. ആ മെട്രിക്സിനകത്ത് 2 റോ ഫസ്റ്റും ലാസ്റ്റും സെയിം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റോ ചൂസ് ചെയ്തു. അത് ഫസ്റ്റും സെക്കൻഡോ ലാസ്റ്റും സെക്കൻഡോ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, സെയിം ആയിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. സെയിം റോ നമ്മൾ ചൂസ് ചെയ്യത്തില്ല. അപ്പോൾ ആ 2 റോയെ ഞാൻ x1 x2 x3 എന്ന് പറഞ്ഞിട്ട് കോയിഫിഷ്യൻ താഴെ കൊണ്ട് എഴുതി. ഇനി എന്താ ചെയ്യുന്നത്, അതിന് നമ്മൾ x1 ബൈ എന്ന് പറഞ്ഞിട്ട് x1ൻ്റെ കോളം അവോയ്ഡ് ചെയ്തിട്ടാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിറ്റർമിനൻ്റ് ആക്കി നിർത്തി. ഏത് റോ വേരിയബിൾ ആണോ കണ്ടുപിടിക്കുന്നത്, x1 ഫൈൻഡ് ചെയ്യുമ്പോൾ അൺനോൺ ഫൈൻഡ് ചെയ്യുമ്പോൾ x1ൻ്റെ കോളം കളഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ഡിറ്റർമിനൻ്റ്. അപ്പോൾ x2 ഫൈൻഡ് ചെയ്യുമ്പോൾ x2 കളഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ഡിറ്റർമിനൻ്റ്. x3 ഫൈൻഡ് ചെയ്യുമ്പോൾ x3 കളഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ഡിറ്റർമിനൻ്റ്. ഇനി പിന്നെ എന്താ പറഞ്ഞത്, x2ൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും രണ്ടാമത്തെ വേരിയബിളിൻ്റെ ഫ്രണ്ടിൽ നെഗറ്റീവ് സൈൻ വേണം. ഇനി ഇത് സോൾവ് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വെച്ചിട്ട് നിങ്ങളുടെ സൈഡിൽ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരും എന്ന് പറഞ്ഞാൽ x1 ബൈ നോക്കി സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഞാനിത് സിംപ്ലിഫൈ ചെയ്യുവാണേ. അപ്പോൾ x1 ബൈ നോക്കിക്കേ, മെയിൻ ഡയഗണൽ 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 2 അതാണ് 1 മൈനസ് 2 ഇസ് ഈക്വൽ ടു, അവിടെ മൈനസ് സൈൻ ഉണ്ട് അതുകൊണ്ടാണ് -x2 ബൈ, കണ്ടോ -x2 ബൈ എങ്ങനെയാണ് മെയിൻ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഇൻറ്റു 1 0 മൈനസ് ഓഫ് -1 ഇൻറ്റു 2 -2 ആണ്. ആ മൈനസും മൈനസും കൂടെ അത് +2 എന്നാവുന്നുണ്ട്. ഇസ് ഈക്വൽ ടു x3 ബൈ, ശ്രദ്ധിച്ചോളേ ഇവിടെ മെയിൻ ഡയഗണൽ 0 ഇൻറ്റു 1 0 മൈനസ് ഓഫ് -1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -1, ആ മൈനസും മൈനസും കൂടെ ഇത് +1 ആയി. ഓക്കെ, therefore x1 ബൈ 1 മൈനസ് 2 ഈസ് -1 ഇസ് ഈക്വൽ ടു x2 ബൈ x2ൻ്റെ മൈനസ് സൈൻ ഞാൻ താഴെ 2ൽ കൊടുക്കുവാണ്, അങ്ങനെയാണ് അത് -2 എന്നാവുന്നത്. ഇസ് ഈക്വൽ ടു x3 ബൈ 1. ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കേണ്ട കാര്യം ഇവിടെ എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് മൈനസ് കോമൺ ആയിട്ട് എടുക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആവുന്ന രീതിയിൽ വേണം എപ്പോഴും നിൽക്കാനായിട്ട്. ഇവിടെ കോമൺ ഫാക്ടർ ഒന്നുമില്ല. കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് 1 ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഗൺ വെക്ടർ കറക്റ്റായി. therefore eigen vector x1 is equal to -1 -2 1. ഓക്കെ, ഫസ്റ്റ് ഐഗൺ വെക്ടർ നമുക്ക് കിട്ടി. ലാംഡ ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ ഐഗൺ വെക്ടർ കിട്ടി. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഒന്ന് കോമൺ ഫാക്ടർ 1 ആവാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത് മെയിൻ എന്താണെന്ന് നിങ്ങളുടെ ഈ കിട്ടുന്ന വാല്യൂ ഇല്ലേ, ഇപ്പം നിങ്ങളുടെ അടുത്ത ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് നിങ്ങൾ ഐഗൺ വെക്ടർ എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ നിങ്ങളടുത്ത് പറയുന്ന ആൻസർ 1 2 -1 ആണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്താ ഐഗൺ വെക്ടർ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ നിങ്ങളടുത്ത് ഇങ്ങനെ പറയും 1 2 -1. അപ്പം വിചാരിക്കരുത് എനിക്ക് കിട്ടിയ ആൻസർ തെറ്റാന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ആൻസർ തന്നെയാണ് കിട്ടിയത്. ഇതിൽ നിന്ന് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ കിട്ടുന്ന ആൻസർ അല്ലേ 1 2 -1. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സെയിം വാല്യൂവിൽ സൈൻ മാത്രം ഡിഫറൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആൻസർ തെറ്റല്ല, സൈൻ തെറ്റിപ്പോയി എന്ന് വിചാരിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് -1 -2 1 കിട്ടുകയും അയാൾക്ക് -1 2 1 എന്ന് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ -2 വന്നില്ല. അപ്പോൾ അവിടെ അത് മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സെയിം വാല്യൂസ് 1 2 1 സെയിം വാല്യൂവിന് സൈൻ ഡിഫറൻ്റ് ആയിട്ട് ഒരാൾക്ക് ആൻസർ ആയിട്ട് കിട്ടിയാൽ അത് തെറ്റല്ല, അത് കറക്റ്റാണ് ആയിരിക്കും. ഓക്കെ, ലാംഡയ്ക്ക് അടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവേ. ലാംഡയുടെ അടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ എന്തുമായിരുന്നു അടുത്തത്, ലാംഡ ഈക്വൽ ടു 2 ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആ മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നോക്കിക്കേ, ഇതാണ് നമ്മുടെ മെട്രിക്സ് 1 -2. അപ്പോൾ 1 -2 എന്ന് വരുമ്പോഴേക്കും എന്താ വരുന്നത്, -1 1 2 then -1 2 -2 is 0 1 then 0 1 3 -2 is 1 into x1 x2 x3
is equal to 0, 0, 0. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ മെട്രിക്സ് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത് എന്താ നോക്കണേ, റോ എല്ലാം സെയിം ആണോ ഡിഫറെൻ്റ് ആണോ നോക്കും. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഒരു റിലേഷനും ഇല്ല, എൻ്റർലി ഡിഫറെൻറ്റ്. അതുപോലെ തന്നെ തേർഡ് റോ എടുത്ത് നോക്കുമ്പോൾ അതും ഡിഫറെൻറ്റ്. അപ്പം ഇവിടെ എല്ലാ റോയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇഷ്ടമുള്ള 2 റോ ചൂസ് ചെയ്യാം. ചൂസ് എനി 2 ഡിഫറെൻറ്റ് റോസ്. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ വീണ്ടും എഴുതണ്ടല്ലോ, ഇഷ്ടമുള്ള ഇതെല്ലാം ഡിഫറെൻറ്റ്. ഹിയർ ഓൾ റോസ് ആർ ഡിഫറെൻറ്റ്. സോ വി ആർ ചൂസിങ് എനി 2 ഡിഫറെൻറ്റ് റോസ്. ഏതെങ്കിലും 2 ഡിഫറെൻറ്റ് റോ ചൂസ് ചെയ്യാണ്. ഞാൻ ഇവിടുത്തെ സെക്കൻഡും ലാസ്റ്റും ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റും സെക്കൻഡും ചൂസ് ചെയ്തുകൊണ്ടാണ്. ഡിഫറെൻ്റ് ആണെങ്കിൽ ഏത് 2 ഇക്വേഷൻ എടുത്ത് ചൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്താലും നമുക്ക് സെയിം ആൻസറേ കിട്ടത്തുള്ളൂ. സോ ഞാൻ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ചൂസ് ചെയ്യണേ. ചൂസ് സെക്കൻഡ് ആൻഡ് തേർഡ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തതെന്ന് ഞാൻ ഇടയ്ക്ക് 0 കാണുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നുവാണ് ഇതിൽ 0 ഉള്ളതുകൊണ്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സെക്കൻഡും തേർഡ് റോയും ചൂസ് ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഫസ്റ്റ് ലാസ്റ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ നേരത്തെ പോലെ തന്നെ x1, x2, x3 ഞാൻ എഴുതി. ഓക്കെ, x1ൻ്റെ നേരെ ഞാൻ സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് -1, 0, 1. x3 അടുത്ത റോ എന്ന് പറയുന്നത് 0, 1, 1 എഴുതി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. സോ x1 ബൈ x1 മറിച്ച് വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്തുവാണ്, 0, 1, 1, 1 ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും എന്ത് സൈൻ വേണം, മൈനസ് സൈൻ വേണം. സോ -x2 ബൈ അത് മറിച്ച് വെച്ചിട്ടുള്ള ഡിറ്റർമിനൻറ്റ് വാല്യൂ -1, 1, 0, 1 ഇസ് ഈക്വൽ ടു x3 ബൈ അത് മറിച്ച് വെച്ചിട്ടുള്ള ഡിറ്റർമിനൻറ്റ് വാല്യൂ -1, 0, 0, 1. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ x1 ബൈ 0 - 1 ഇസ് ഈക്വൽ ടു -x2 ബൈ -1 -0 ഇസ് ഈക്വൽ ടു x3 ബൈ -1 -0. That is x1 by -1 is equal to -x2ലെ മൈനസും താഴത്തെ മൈനസും കൂടെ പ്ലസ് ആവേ. സോ x2 by 1 is equal to x3 by -1. ഓക്കെ, x1 by -1 is equal to x2 by 1 is equal to x3 by -1. നമുക്ക് ഇതിനകത്ത് നിന്ന് കോമൺ ഫാക്ടർ എടുക്കാനായിട്ട് 1 ഉള്ളൂ, വേറെ ഹൈസ്റ്റ് കോമൺ ഫാക്ടർ ഒന്നും ഇല്ല. therefore സെക്കൻഡ് ഐഗൺ വെക്റ്റർ ക്യാപിറ്റൽ x2 is equal to -1, 1, -1. ഇതേ സമയത്ത് ഇവിടുന്ന് -1 കോമൺ ഫാക്ടറായിട്ട് എടുക്കാമെന്ന് തോന്നുന്ന ആൾക്ക് അയാളുടെ ആൻസർ 1 - 1 1 ആയിരിക്കും. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഐഗൺ വെക്റ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ ഐഗൺ വെക്റ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 3. ലാംഡയ്ക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ മെട്രിക്സ് എങ്ങനെയായി മാറും നോക്കിക്കുക. ലാംഡ ഇസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പം 1 - 3 എന്ന് പറഞ്ഞാൽ -2. അടുത്ത് 1, 2. അടുത്ത് -1. അടുത്ത റോയിൽ നിന്ന് 2 - 3 ആണ്. 2 - 3 is -1, 1. അടുത്ത് 0, 1. 3 - 3 is 0 into x1, x2, x3 is equal to 0, 0, 0 ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പോലെ ഇവിടെ ആരെങ്കിലും സെയിം ആയിട്ടുള്ളതുണ്ടോ നോക്കിക്കേ. ഒരു റോയും സെയിം റോ അല്ല, എല്ലാം ഡിഫറെൻറ്റ് റോയാണ്. സോ ചൂസ് എനി 2 ഡിഫറെൻറ്റ് റോസ്. choose any 2 different rows. Any 2 different rows. രണ്ട് ഡിഫറെൻറ്റ് റോ ചൂസ് ചെയ്യാണ്. ഞാനിതിനകത്തുള്ള സെക്കൻഡും തേർഡും ചൂസ് ചെയ്തോട്ടെ. ഞാനിവിടെ ഏതൊക്കെ ചൂസ് ചെയ്യണം, ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് റോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സെക്കൻഡ് ആൻഡ് തേർഡ് റോ ചൂസ് ചെയ്യാൻ, കാരണം ഇവിടെ എല്ലാം -1, 1, 1 പിന്നെ അടുത്ത് 0, 1, 0. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടുന്നുള്ള രീതിയിൽ ഇങ്ങനെ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ x1, x2, x3 എടുത്തെഴുതി. ഈ റോ എടുത്ത് പ്ലേസ് ചെയ്യുവാണ്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ -1, -1, 1, ദെൻ 0, 1, 0. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ x1 ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. x1 ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ ഡിറ്റർമിനൻ്റ് അല്ലേ. x1 ബൈ x1ൻ്റെ കോളം മറിച്ച് വെച്ചിട്ട് ഡിറ്റർമിനൻ്റ് എഴുതുമ്പം -1, 1, 1, 0 ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ വാല്യൂ -x2 ബൈ x2ൻ്റെ കോളം മറിച്ച് വയ്ക്കുമ്പോൾ -1, 1, 0, 0 -1, 1, 0, 0 ഇസ് ഈക്വൽ ടു x3 ബൈ x3 എന്നുള്ള കോളം മറിച്ച് വയ്ക്കുമ്പോഴേക്കും കിട്ടുന്നത് -1, -1, 0, 1. ഓക്കെ, therefore x1 ബൈ -1 into 0, 0 ആണ്. മൈനസ് ഓഫ് ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 1, 1 is equal to -x2 ബൈ -1 into 0, 0 മൈനസ് ഓഫ് 0 into 1, 0 is equal to x3 ബൈ മെയിൻ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 into 1, -1 മൈനസ് ഓഫ് 0 into -1, 0.
Therefore ഇതെങ്ങനെയാണ് വരുന്നത്? x1/-1 is equal to x2/0. ആ നെഗറ്റീവ് സൈൻ ഇവിടെ പോയി താഴെ 0 ആണ്. 0 × -1 എന്നാണ് 0 തന്നെയല്ലേ? is equal to x3/-1. Therefore eigenvector capital X3 is equal to -1 0 -1. ചില ആൾക്കാർക്ക് ഇത് കിട്ടുന്നത് 1 0 1 എന്നായിരിക്കും. എങ്ങനെ കിട്ടിയാലും ആൻസർ കറക്റ്റ് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു ആ നെഗറ്റീവ് കോമൺ എടുക്കുന്നത് നമുക്ക് പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 ഐഗൺ വെക്ടറും കിട്ടിക്കഴിഞ്ഞു. ലാംഡ ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂ വന്നപ്പോൾ ലാംഡ ഈക്വൽ ടു 1 2 3ക്ക് ഓരോരുത്തർക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓരോ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്ന എന്തുവാണ്? ലാംഡയ്ക്ക് വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ മെട്രിക്സിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 റോ ചൂസ് ചെയ്ത് ആ റോയെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള റോസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. അത് 2 ചൂസ് ചെയ്യുക, അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി സോൾവ് ചെയ്യുക. കോമൺ ഫാക്ടർ 1 വരാൻ പാടുള്ളൂ എന്നുള്ളത് ആലോചിച്ചിട്ട് ഐഗൺ വെക്ടർ എഴുതുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ലാംഡ ഡിഫറെൻറ്റ് വാല്യൂസ് വന്നപ്പോൾ ഉള്ള ഐഗൺ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ലാംഡയുടെ വാല്യൂ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുന്ന മെട്രിക്സ് കിട്ടുന്ന മെട്രിക്സിനകത്താണ് നമ്പർ ഓഫ് റോസ്. ആ റോസ് എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യും. അപ്പോൾ ഓരോ ഐഗൺ വാല്യൂ കൊടുത്തപ്പോഴും നമുക്ക് വന്ന മെട്രിക്സിലെല്ലാം എന്തുവായിരുന്നു? റോസ് ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. ഇപ്പോൾ റോസ് ഡിഫറെൻ്റ് ആയിട്ട് ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ഐഗൺ വാല്യൂ വരികയാണ്. റിപ്പീറ്റിംഗ് ഐഗൺ വാല്യൂ വരുന്നത്, അതായത് ലാംഡയുടെ വാല്യൂ ഇപ്പോൾ 1 2 3 എന്ന് വന്നതുപോലെ അടുത്ത ദിവസം ചിലപ്പോൾ 1 2 2 എന്നായിരിക്കും ആൻസറിൽ വരുന്നത്, ലാംഡ വരുന്നത്, ഐഗൺ വാല്യൂ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുന്നത്? അപ്പോൾ 2 റിപ്പീറ്റിംഗ് വന്നാൽ എങ്ങനെ ഫൈൻഡ് ചെയ്യും? പിന്നെ ഇന്ന് ചെയ്തപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. ലാംഡ ഒരു മെട്രിക്സിന്റെ എല്ലാ റോയും ഡിഫറെന്റ് ആവുമ്പോൾ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡാണ് ടീച്ചർ പറഞ്ഞത്. സപ്പോസ് എല്ലാ റോയും സെയിം ആയാൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് അടുത്ത ദിവസം ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു ടോപ്പിക് ആയിട്ട് കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്.